ജാപ്പനീസ് ആണോ അതോ ചൈനീസ് ആണോ? ഓ സ്വീറ്റ് അല്ലേ? ഓ മൈ ഗോഡ്. ഞാൻ ആരാന്നോ? അല്ല നമസ്കാരം ഒന്ന് ഉമ്മയോ? അല്ല ഉമ്മയല്ല, നിനക്ക് സുഖമാണോന്ന്. എനിക്ക് ഭയങ്കര കൊറേ ഉമ്മ എന്നാലും നിന്റെ ലാംഗ്വേജസ് ഒക്കെ അങ്ങ് മാറി കാലമായി. സത്യം. ഏതാ ഈ മുട്ടക്കടങ്ങളവൻ? അതെന്റെ ഹസ്ബൻഡാ. പോടുന്നു. ആ എടി നീ ചൈനയിൽ പോയത് എന്നോട് പഠിക്കാനാണെന്നൊക്കെയല്ലേ പറഞ്ഞേ? പഠിക്കാൻ ചെന്നപ്പോഴേ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കണ്ടപ്പോ ഞാൻ അപ്പൊ തന്നെ ഹൂക്ക് ചെയ്ത്. പണ്ടാണോ ആ ആള് നന്നായിട്ട് കുക്ക് ചെയ്യും. ഇവൾക്കിത് പണ്ടും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്ന? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൾ അപ്പൊ തന്നെ ഹുക്ക് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. നാണം കെടുത്തില്ലേ? അല്ല പുള്ളിക്ക് മലയാളമൊക്കെ അറിയോ? മലയാളം കോച്ച് അരിയ. അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ് അപ്പൊ തന്നെ പഠിപ്പിച്ചെടുത്തു. പാട്ടാണ്. പിന്നെ പറ അവിടുത്തെ വിശേഷങ്ങളെ കാര്യങ്ങൾ. അവിടൊക്കെ അടിപൊളി വിശേഷമാണ്. കല്യാണം കഴിഞ്ഞ് 3 കൊല്ലമായി. 2 കുട്ടികളുണ്ട്. എന്താ കുട്ടികളുടെ പേര്? രാജേഷ് പൂനാച്ചു, സുമേഷ് ചൂന പിപി. അത് മലയാളവും ചൈനീസും കൂടി മിക്സ്. ഞാൻ കുന്നംകുളത്താണല്ലോ ജനിച്ചു വളർന്നതൊക്കെ. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് പേരിട്ടതാ. എങ്ങനെയുണ്ട്? നല്ലല്ലേ? രാജേഷ് മൂത്ത മോൻ. രാജേഷ് എന്നെ പോലെ തന്നെ ഇരിക്കുന്ന. എടി വേറെ കാര്യം പറയട്ടെ, ചേട്ടനെ എലീനെ ഭയങ്കര ഇഷ്ടമാണ്. എലീനെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഗായ്സ് കാണുന്നുണ്ടോ? ചൈനയിൽ വരെ എനിക്ക് ഫാൻസ്. അല്ല ചൂന ചൂച്ചി. ചൂന ചൂച്ചിയോ? ചോനോക്കോ ഈ ചെലീനെ എനിക്ക് ഇഷ്ടം. ഈ അജീന ഇഷ്ടം മനുഷ്യൻ. ഇത് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാ. ഞാൻ എലിയൊന്നും കഴിക്കൂല. ഒള്ളി പാമ്പ്. നല്ല ടേസ്റ്റാ. ഞാൻ കഴിച്ചു. ഒന്നും പറയാൻ പറ്റില്ല. നീ ഇപ്പൊ അവിടുത്തെ കൾച്ചറായി പോയല്ലോ അല്ലേ? പിന്നെ വേറെ കാര്യം എന്താ, ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡ്രസ്സിന്റെ ഒരു വള്ളി ഇങ്ങനെ കെട്ടിയിടും. എന്നിട്ട് അതിന്റെ അറ്റത്ത് ഇങ്ങനെ കെട്ടിയിടും. അങ്ങനെ അവിടെ എങ്ങാനും വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ആളെ തിരിച്ചറിയണ്ടേ? എല്ലാവരുടെയും മുഖം ഇതുപോലെ തന്നെ ഇരിക്കണം. 3 വർഷമായിട്ട് എനിക്ക് ഇതുപോലെ തിരിച്ചറിയാൻ പറ്റും. കൊള്ളാം. എന്തായാലും വിശേഷമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരുപാട് രസമുണ്ട്. ആളുടെ ഫാമിലിക്കൊക്കെ കൃഷിയാണ്. കൃഷി. ബിസിനസ് മെയിൻ എന്താണ്? അത് ആൾക്ക് വാഴകൃഷിയാ. വാഴകൃഷി. വാഴകൃഷി. ആളുടെ അച്ഛൻ മരവാഴ. അല്ല മരവാഴ കൃഷി. ഓ മരവാഴ കൃഷി വേറെ ഉണ്ടല്ലോ. ഇല്ല ചെളി ഞാൻ ഈ ഉമ്മയിലാണ് അങ്ങ് വീണത്. എന്നെ ചെളി ഇത് പേടിച്ചു പോയല്ലോ. എന്തിനാ പേടിക്കുന്നത്? ഇത് അവിടെ സ്ഥിരമുള്ളതാ. എന്തെങ്കിലും പറ, 1 2 പറഞ്ഞ് അങ്ങ് വഴക്ക് കൂടും. പിന്നെ ഇങ്ങനെ ഒരു ഉമ്മ തരുമ്പോ അതങ്ങ് സോൾവ് ആവും. ഇതൊക്കെ തന്നെയല്ലേ? നീ വരുന്നൊന്ന് നേരത്തെ പറഞ്ഞ് നീ കൊറേ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞേനെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ ചൈനയിലേക്ക് കിട്ടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഒറിജിനൽ അവിടെ എന്തെങ്കിലും കിട്ടുമോ? അതിന് അങ്ങനൊന്നും പറയണ്ട. ഒറിജിനൽ ഒറിജിനൽ കൊറോണ. ഒറിജിനൽ കൊറോണ. ലോകം മൊത്തം കൊറോണ ചൈന പ്രൊഡക്ഷൻ. ഗുഡ് കൊറോണ ഒറിജിനല് അത് മാത്രം വേണ്ടായിരുന്നു. ഒറിജിനല് കൊറോണ വന്നായിരുന്നോ? അയ്യോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കിടക്കുമായിരുന്നു ICUല്. നിങ്ങൾ നേരത്തെ ഈ ആക്ഷനൊക്കെ കാണിച്ച പോയില്ലേ, ഞാൻ ഭയങ്കര ത്രില്ലായി. ചൈനയിൽ ഈ ആയോധന കല ഭയങ്കര ഫേമസ് ആണല്ലോ. അതായത് ഈ കട്ട അടിച്ചു പൊട്ടിക്കുക, 100 കട്ട വെച്ച് അടിച്ചു പൊട്ടിക്കുക, പിന്നെ ഈ ഇഷ്ടിക മറ്റേതൊക്കെ വെച്ചിട്ട് അതിനെ ഇടിച്ചു പൊട്ടിക്കുക, പിന്നെ ഓട് നിർത്തി വെച്ച് അടിച്ചു പൊട്ടിക്കുക. ചേട്ടത്തിൽ ഏതാ ചെയ്യുന്നത്? ചേട്ടൻ കരാട്ടയാണ്. പിന്നെ 1 2 ഓടൊന്നും അല്ല പൊട്ടിക്കുന്നത്. പിന്നെ ഒരു ദിവസം 42 ഓടാണ് ഒറ്റ ഇടിക്ക്
അടിച്ചു പൊട്ടിച്ചത്. അതെ 42 ഓട് ആ. ഞാൻ ഒരു കാർ ഓടിച്ച് ഓടിട്ട വീട്ടിൽ കൊണ്ട് ഇടിച്ചു. അങ്ങനെ 142 ഓട് പൊട്ടി എന്നെ പോലീസ് പിടിച്ചു. വെരി ഗുഡ്. ആ പൊട്ടിക്കലൊക്കെ ഉള്ളൂ. ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുന്ന അതല്ലല്ലേ. അയ്യോ, അല്ല നിങ്ങൾക്ക് ഇതല്ലാതെ കലാപരമായ കഴിവ് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നീ കോളേജിലൊക്കെ ഭയങ്കരമായിട്ട് പാടില്ലായിരുന്നോ? പാട്ട് പാടും. അപ്പൊ ഇവിടെ പെർഫോം ചെയ്യടാ. അതും കൂടെ പറയാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഈ അപ്പിയറൻസിലൊക്കെ വന്നത് അതുകൊണ്ടാണ്. അതായത് ഇപ്പൊ വൈറലൊക്കെ ആയിട്ടേ ഈ കപ്പിൾസ്, ചൈനീസ് കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് വൈറലാവാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ചൈനയിൽ പോയപ്പോഴേ ആദ്യമായിട്ട് പഠിച്ചൊരു പാട്ടുണ്ട്. ശരി, ആ പാട്ട് ഞാൻ പാടാം. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള പാട്ട് തന്നെ. ആണോ? അത് പാടാം. വാ. ഭർത്താവ് കൂടെ നിൽക്കുന്നുണ്ട് എല്ലാത്തിനും. സപ്പോർട്ടീവ് ഹസ്ബൻഡ്. My wife is China. ചീഞ്ഞില്ല ചെയ്തിട്ടില്ല നല്ല My wife പാട്ട് China. ഇതുവരെ ഓക്കെ. നോക്കിയാ മതി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നടാ. ആണോ? പഴയ പോലെ തന്നെ. ഒരു മാറ്റവും ഇല്ലല്ലോ. ഒരു മാറ്റവും ഇല്ല നിനക്ക്. ഇപ്പൊ തന്നെ പോലെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്തേ? ചുമ്മാ എനിക്കൊന്ന് കാണാൻ വേണ്ടി. ആണല്ലേ? നിനക്ക് തിരക്കുണ്ടോ? ഇല്ല ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. ശരി എന്നാ കേട്ടോ. അതെ ഞങ്ങളുടെ വീട്ടില് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും അങ്ങോട്ട് ക്ഷണിക്കാണ്. ഡിന്നർ കഴിക്കാനേ അതെ. എല്ലാരും വരണം. അല്ല എന്താ സ്പെഷ്യല്? പാമ്പ്, വണ്ട്, പഴുതര, തേല്. You like it tail? നോ, വെജിറ്റേറിയൻ. Okay, you like it early. Una കുറിച്ച് അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെ പറയടി. ഇങ്ങനത്തെ കൂടുതൽ കൂട്ടുകാരുണ്ടോ? എവിടെ ആയാലും ചൈന ആയാലും എവിടെ ആയാലും ഇതൊക്കെ തന്നെയല്ലേ. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മറുനാട്ടിൽ ഒരു ഫ്രണ്ടും അവൾ അവിടുത്തെ ഒരാളെ കല്യാണം കഴിക്കുന്നതും മീറ്റ് ചെയ്ത് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാനിങ്ങനെ എന്തായാലും അവര് പാടിയ പാട്ട് എലീന പഠിച്ചു വെച്ചു, ആവശ്യം വരും. പഠിച്ചു. അല്ല മണിക്കൂർ ഞാൻ ഇതുപോലെ ഫ്രണ്ട്സ് ആരും ഇല്ലേ അബ്രോഡ് ഉള്ളവര്? ചൈനയിലോ? ആ, എന്റെ ഫ്രണ്ട്സ് അബ്രോഡ്, വിദേശ രാജ്യങ്ങളായ പാളയം, ഓവർ ബ്രിഡ്ജ്, അവിടെയൊക്കെ ഉള്ളു. ലാംഗ്വേജസിനെ പറ്റി പറയുകയാണെങ്കിലേ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവമാണ് ഈ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. മണിക്കൂട്ടൻ ചേട്ടൻ എത്ര ഭാഷകൾ അറിയാം? എനിക്ക് മലയാളം, തൃശ്ശൂര് മലയാളം, കോട്ടയം മലയാളം. സീരിയസ് ആണെങ്കിൽ മലയാളം അറിയാം, മലയാളം, ഹിന്ദി അറിയാം. മുझे മാലൂം ഹിന്ദി നന്നായിട്ട് അറിയാം. തമിഴ് കുറച്ചൊക്കെ അറിയാം. പിന്നെ തെലുങ്ക് സിനിമ കണ്ടിട്ടുള്ള കുറച്ച് അറിയാം. പിന്നെ ഇതിൽ കൂടെ ഇത് തന്നെ പഠിച്ച എനിക്ക് തന്നെ പാട്. തെലുങ്കിൽ എനിക്ക് ഇപ്പൊ എന്താ പറയുന്നത്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എങ്ങനെയാ പറയാ? എന്നെ കൂടെ നിദ്ര ബേക്കു. അങ്ങനെയല്ലല്ലോ, അത് നന്നായി കൂടെ നിറയ്ക്കൂ. മതി കിടന്നുറങ്ങുന്നതായിരിക്കും. അയ്യോ അതങ്ങനെയായിരുന്നു. എനിക്ക് മനസ്സിലായി. എൻ പ്രേമിച്ചു നാനു, എനിക്കത് അറിയായിരുന്നു. പക്ഷെ ഞാൻ ചുമ്മാ ഒരു സിനിമ പെട്ടെന്ന് ഞാൻ മഴത്തുള്ളിക്കിടക്ക സിനിമ. സോറി. കന്നഡ അറിയോ? കന്നഡ ഞാനായിട്ട് ചളു കുറയ്ക്കണം. എന്റെ ദൈവമേ, കന്നഡ കുത്തല്ല. ഗൊത്തല്ല. ಗೊತ್ತಿಲ್ಲ. ആക്ച്വലി എന്റെ സിസ്റ്റർ കർണാടകത്തിലാണ് കല്യാണം കഴിച്ചത്, മൈസൂരാണ്. എന്റെ അളിയനും മക്കളും ഒക്കെ നന്നായിട്ട് കന്നഡ പറയും. ಊಟಾಯ್ತಾ? ಊಟ ಇಲ್ಲೇ ಚೆನ್ನಾಗಿದ್ದಾರಾ? ശരി, ನೀವು ಜಾಸ್ತಿ ಮಾತಾಡಬೇಡ. ചേട്ടാ പറഞ്ഞോളൂ, ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം? മലയാളം നന്നായിട്ടറിയാം, തമിഴ് കുറച്ചറിയാം, ഇംഗ്ലീഷ് കുറച്ചറിയാം, ഹിന്ദി കുറച്ചറിയാം, കന്നഡയും കുറച്ചറിയാം. എല്ലാം കുറച്ച് സ്കോർ ചെയ്തിരിക്കുന്നത് 5 എണ്ണമാണ്. അതിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് മലയാളമാണ്. ഇതൊക്കെ നിങ്ങൾ മൂവീസ് ഒക്കെ കണ്ടു പഠിച്ചാണോ, അത് തമിഴ് അല്ലാണ്ട് തന്നെ മലയാളത്തിനോട് ചേർന്ന് നിൽക്കുന്നോണ്ട് നമ്മൾ പറഞ്ഞു? തമിഴ് പഠിച്ചത് തമിഴ് സിനിമ ചെയ്യാൻ പോയത്. ഹിന്ദി പിന്നെ ഹിന്ദി സിനിമ കണ്ട്
ഈ കന്നഡ പിന്നെ പഠിക്കും. കന്നഡ ഒരു പടം ചെയ്തു, ഒരു മാസം മുഴുവൻ അതേതായിരുന്നു ആ മെയിൻ movie? റോൾ ചെയ്തു. മിറർ എന്നാ പടത്തിന്റെ പേര്. ആ ഓക്കെ. അപ്പൊ ഞാൻ തന്നെ മെയിൻ റോളായിരുന്നു. ആ ഒരു 1.5 മാസം ഇങ്ങനെ പോയും വന്നും അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അവര് കുറെ വാക്കുകളൊക്കെ പഠിപ്പിച്ചു. അങ്ങനെ കുറച്ച്. ഇനി അടുത്ത നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു നിഘണ്ടുവിന്റെ അടുത്താണ്. ഭാഷകൾ എന്ന് പറയുന്നത് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്ന നിഘണ്ടുവല്ല, ഒരു പ്രസ്ഥാനം. പ്രസ്ഥാനം. അതെ, വിജയ്, സൂര്യ, പിന്നെ കമൽ സാറ്, പിന്നെ പിന്നെ നാട്ടില് നമ്മുടെ മലയാളത്തിലെ എല്ലാവരുടെ സിനിമ ഞാൻ കാണാം. എലീന പഠിക്കല്, അങ്ങനെ പ്രശസ്ത കുറെ പേരുടെ കൂടെ പിന്നെ പറഞ്ഞോ, തുടങ്ങാം ഞാൻ. ready. ഇല്ല, അയ്യോ അത്ര എന്തെന്ന് മലയാളം, മലയാളം ഓഫ് കോഴ്സ്, ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഒക്കെ ഹിന്ദി, ഹിന്ദി, തമിഴ്, കന്നഡ, കന്നഡ, തെലുങ്കു, തുളു, തുളു അല്ല പുളു. ഇതിനെല്ലാം പുറമെ പുള്ളിക്കാരനെ വികസിപ്പിച്ചെടുത്ത ഒരു ഭാഷ കൂടി അതാണ്. അത് കിഷോറിന് മാത്രമേ ഫ്രഞ്ച്, ഫ്രഞ്ച് കുറച്ച് പഠിച്ചിട്ടുണ്ട്. ജർമ്മൻ ജർമ്മൻ ഇല്ല ഇല്ല, ക്രിഞ്ച്. അത്രയുള്ള ക്രിഞ്ച് മതി, നിർത്തിക്കും. ആണോ? 8 ഭാഷ. അയ്യോ, ഒരെണ്ണം മറന്നേ, സംസ്കൃതം. സംസ്കൃതം വേണ്ട. അത് അറബി. അറബി ചില എന്താ ഇതുപോലെ പറയുക, സാഹചര്യം, ചില സാഹചര്യത്തിൽ മാത്രം. അത് പഠിച്ചത് എങ്ങനെയാണെന്നറിയോ? ആ. ഞങ്ങൾ അവിടെ ചെന്നിട്ട് നമ്മൾ നോർമലി ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത, പക്ഷെ അത് നമ്മുടെ രമേശ് പിഷാരുടെ ഒരു സ്കിറ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തു. നമ്മൾ സ്പോൺസേഴ്സിനെയൊക്കെ വിളിക്കൂലേ, അപ്പൊ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നമ്മൾ ഫോണിൽ വിളിക്കുമ്പോ സലാദിന്റെ ഒക്കെ വിളിക്കും, ലിത്തഹരിക്കൽ മുത്തഹരിക്കൽ ലതി തലത്തു മുഖ്ലത് യൂർജന ലിത്തിഫാഖ് ഒഫീമാബാദ് ശുക്രൻ. നിങ്ങൾ വിളിച്ച അല്ലേ? കറക്റ്റ് അല്ലേ? ദുബായ് മെട്രോയിൽ കയറിയാലുണ്ടല്ലോ. ഇത് തന്നെ വിളിച്ചാൽ കാരണം നിങ്ങൾ വിളിച്ച സബ്സ്ക്രൈബർ ഇല്ല, പൊക്കോളാൻ. ഏത് സ്പോൺസറെ വിളിച്ചാലും കിട്ടും. കറക്റ്റ് പഠിച്ചു. പ്രോഗ്രാമിന്റെ പൈസ ബാക്കി ചോദിച്ചു വിളിക്കും. അത് അങ്ങനെ അതാ ഞാൻ പറഞ്ഞ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ. അടിപൊളി, കൊള്ളാം. അപ്പൊ എന്തായാലും ലാംഗ്വേജസ് ഒക്കെ ഇനിയും. ഒരു കാര്യം പറയട്ടെ, നമ്മൾ മലയാളികളായതുകൊണ്ട് പറയാണ്, എവിടെ പോയാലും മലയാളം അത് അറിയാമെങ്കിൽ സത്യം സത്യം. ഏതെങ്കിലും ഒരു മലയാളി വന്ന് മുട്ടിയിരിക്കും. ഉറപ്പില്ലേ, രാജ്യത്ത് മൊത്തം അതെ, കേരളത്തിൽ ബാക്കി എല്ലായിടത്തും ഉണ്ട്. ഭാഷക്കാർ വേറെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണല്ലേ. എവിടെ ചെന്നാലും എല്ലായിടത്തും ഉണ്ട്. ഒരാൾ നമ്മൾ അത്ഭുതപ്പെട്ടു, ദൈവം ഇവിടെ മലയാളി അവിടെ ഉണ്ടാവും. അത് മറ്റു സീന, നാട്ടിലെവിടെയാ? അതാണ്. അത് തന്നെ.